നാഗപ്പൂരിൽ മാർച്ച് 17-ാം തീയതി നടന്ന ഒരു വലിയ സംഘർഷം അല്ലെങ്കിൽ ഏകപക്ഷീയമായിട്ട് നമ്മുടെ സമൂഹത്തിനിടയിൽ കലാപങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഇവിടെ ജിഹാദി ഗ്രൂപ്പുകളുടെ കൃത്യമായിട്ടുള്ള ആസൂത്രണം അത് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏത് സമയത്തും നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു നിലയിലേക്ക് ജിഹാദി ഗ്രൂപ്പുകളുടെ മാനസികാവസ്ഥ മാറിയിരിക്കുകയാണ്. അവർക്ക് പല നിരോധനങ്ങളും പല നേതാക്കന്മാരും ഇവരുടെ ജയിലിൽ അകപ്പെട്ടിട്ടും ഇവർ ഈ അക്രമ സ്വഭാവം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിക്കുന്നു. ഇതിനിടയിലാണ് നാഗ്പൂർ കലാപത്തിൽ നിന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വന്നിരിക്കുന്നത്. ഈ കലാപത്തിൽ ഏകദേശം 105ഓളം ആളുകളാണ് നിലവിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഹാഫിം ഖാൻ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ കലാപം നടന്നിട്ടുള്ളത്. 500-ന് മുകളിൽ ആളുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ 105 ആളുകളെയാണ് ഇപ്പോൾ കൈയോടെ പിടിച്ചിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പിടിക്കപ്പെട്ടിരിക്കുന്നതിൽ 12 ആളുകൾ പ്രായപൂർത്തിയാകാത്ത വിദ്യാർത്ഥികളാണ് എന്നുള്ളത് കൂടിയാണ് നമ്മൾ ചിന്തിച്ചു നോക്കണം. ഇവരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഇതാണ്. ഈ വിദ്യാർത്ഥികളായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഇവർ പോലും നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാക്കാനും നാട് കത്തിക്കാനും ഇറങ്ങുന്ന ചിന്താഗതിയിലേക്ക് ഇവർക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള ഊർജ്ജം ലഭിക്കുന്നത്? ഇതാണ് നമ്മൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജമ്മു കാശ്മീരിൽ കേട്ടിരുന്നത്. ഈ മാനസികാവസ്ഥയുള്ള വിദ്യാർത്ഥികളാണ് നമ്മുടെ രാജ്യത്തിന്റെ സൈനികർക്ക് നേരെ കല്ലെറിഞ്ഞിരുന്നത്. എത്രയോ സൈനികരെ ഇവർ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് തിരിച്ചെന്തെങ്കിലും ആക്രമണം നടത്തിയാൽ അയ്യോ മനുഷ്യാവകാശം ലംഘിക്കപ്പെടുന്നേ, വിദ്യാർത്ഥികളെ ക്രൂരമായിട്ട് സൈന്യം പീഡിപ്പിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കരഞ്ഞു നടക്കും. ഗാസയിൽ ഹമാസ് ഭീകരവാദികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഇത്രയും കാലം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? കുഞ്ഞു കുട്ടികളെ പോലും കയ്യിൽ തോക്കിടിപ്പിച്ചുകൊണ്ട് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കാൻ, ജൂതന്മാരെ കൊന്നൊടുക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഇവർ കൃത്യമായിട്ട് കുട്ടികളെ തന്നെ ഇതിന് എല്ലാ തരത്തിലുള്ള ട്രെയിനിങ് കൊടുത്ത് മുന്നോട്ട് എത്തിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും ഇതുപോലെയുള്ള കുട്ടികൾക്കുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ മാനസികമായിട്ട് ഇവരെ ഈ രീതിയിലേക്ക് എത്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇവിടെ ജിഹാദി ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലോ. ഈ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകളെ നിയമത്തിന് മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇത് ഭീകരവാദത്തിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിനെതിരാണ് നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ള നിലയിലേക്ക് നമ്മൾ വർഗീയവാദികളും വലിയ തരത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിനോട് വിദ്വേഷമുള്ള ആളുകൾ എന്നുള്ള നിലയിലേക്ക് ആക്കി തീർക്കാനാണ് ശ്രമിക്കുന്നത്. അതിന് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഇടതുപക്ഷവും കോൺഗ്രസ് ഒക്കെ ഇതിന് വലിയ രീതിയിൽ ഈ രീതിയിൽ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ വേണ്ടി മുൻപന്തിയിലുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പോലീസിനെ പോലും ആക്രമിക്കാൻ പോലും മാനസികാവസ്ഥയുള്ള സ്ത്രീകളെ, പോലീസ് വനിതാ കോൺസ്റ്റബിൾമാരെ അടക്കം വസ്ത്രങ്ങൾ അഴിച്ചൂരി അവരെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ സ്വീകരിക്കുന്ന ആളുകൾ, മാനസികാവസ്ഥയുള്ള വിദ്യാർത്ഥികൾ പോലും നമ്മുടെ ഈ കൊച്ചു കേരളത്തിലടക്കം ഉണ്ടാകുമോ എന്നുള്ളത് ഒരു വലിയ പ്രശ്നമല്ല. ഇത് നാഗപ്പൂരോർ നടത്തിയതാണ്, ഈ കഴിഞ്ഞ ദിവസം നടത്തിയതാണ്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ഭീകരവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം അത് വലിയ തരത്തിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ കുട്ടികളെ പോലും വിദ്യാർത്ഥികളെ പോലും ഈ പറയുന്ന നിലപാടിലേക്ക് ഇവർ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. നമ്മൾക്കറിയാം, നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറി വന്ന് കടൽ മാർഗം വന്ന് മുംബൈ ഭീകരാക്രമണം നടത്തിയ പല ആളുകളും, ആ ആളുകളിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തികളടക്കം പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന ജിഹാദി ഗ്രൂപ്പുകളുടെ ഭാഗമാകുന്നത്? പാകിസ്ഥാനിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിലും ഇത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ള രീതി നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. ഇത് വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ദോഷമാകുന്ന നിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ നരേന്ദ്രമോദി ഭരിക്കുന്നതിന്റെ പേരിൽ എല്ലാ തരത്തിലും സുരക്ഷിതത്വം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്കുണ്ട് എന്നുള്ളത്. പക്ഷേ ഒരു സർക്കാരിന് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി ഇപ്പോൾ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് പോലും ഇതിനിടയിൽ തലപൊക്കി വന്നുകൊണ്ട് നമ്മുടെ നാട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പോലും ആക്രമിക്കാൻ പ്രായപൂർത്തിയാകാത്ത ചെറുപ്പക്കാരെ വരെയും തയ്യാറാക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ പോലും തയ്യാറാക്കുന്ന തരത്തിലേക്കുള്ള നിലപാടുകൾ ഇവിടുത്തെ ജിഹാദി ഗ്രൂപ്പുകൾ എത്രയോ നാളുകളായിട്ട് ചെയ്യുന്നുണ്ടാവും. ഇതാണ് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീകരത, നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം, ജിഹാദിസം. ഈ ജിഹാദിസത്തെ നശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ ഭാരതീയന്റെയും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം. ഇതിൽ മതമൊന്നുമില്ല, ഇതിൽ വർഗമില്ല, ഇതിൽ ഗോത്രമില്ല, ഒന്നുമില്ല. നമ്മുടെ രാജ്യം ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഈ മതേതര രാഷ്ട്രത്തെ നിലനിർത്തി പോകാൻ, ഇവിടുത്തെ ഈ ജനാധിപത്യത്തെ നിലനിർത്തി പോകാൻ ഇവരെ പൂർണ്ണമായിട്ട് നശിപ്പിക്കേണ്ടത് ഇടതുപക്ഷമോ കോൺഗ്രസോ BJP ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളത് അല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ നാട് സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്തം ഇവിടെയുള്ള ഓരോ ഭാരതീയനും ഓരോ പൗരനും ഉണ്ട് എന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ രാജ്യത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഉപ്പും ചോറും തിന്ന് നമ്മുടെ രാജ്യത്തിനെതിരെ നിലകൊണ്ടുകൊണ്ട് ഇവിടുത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, അല്ലെങ്കിൽ കുട്ടികളെ പോലും ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ ഇങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗ്രൂപ്പുകൾക്ക് നേരെ നടപടി എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ലെങ്കിൽ
വരാനിരിക്കുന്നത് വലിയ ഭീകരമായിട്ടുള്ള സമയത്തിലൂടെ ആയിരിക്കാം നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ വരാനിരിക്കുന്നത് നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്കായിരിക്കും പോകുന്നത്. തർക്കമില്ല. ഇപ്പൊ SDP ദേശീയ അധ്യക്ഷനായിട്ടുള്ള MK ഫൈസിയെ കേന്ദ്ര ഏജൻസി ED അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്തിരുന്നു. ഈ SDP ഇപ്പൊ നിലവിലെ സാഹചര്യത്തിൽ SDP പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ പുറത്തേക്ക് വരുന്നു. കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക മികവുമാർ വിദേശത്ത് നടക്കം നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇവരെന്തിനീ പണം ഉപയോഗിക്കുന്നു? പല സ്ഥലങ്ങളിലും കൃത്യമായിട്ട് സ്ഥാനാർത്ഥികളെ പോലും നിർത്താതെ അവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വിജയിപ്പിച്ചെടുക്കുക. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ വിജയിപ്പിച്ചെടുക്കാൻ പാലക്കാട് ഇവർ ചെയ്ത പ്രവൃത്തി എന്താണ്? അപ്പൊ ഇവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ഇവിടുത്തെ ദേശീയ ജനത ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുക എന്നുള്ള മാത്രമാണ് നമ്മുടെ സുരക്ഷിതത്വത്തിന് അടിസ്ഥാനപരമായിട്ട് ഇവിടെ ഉണ്ടാകേണ്ട ഒരു കാര്യം. അത് ചെയ്യാതെ അതിനെ മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഏറ്റവും വലിയ അപകടത്തിലേക്ക് പോകുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയമില്ല. അതിനുള്ള സൂചനകളാണ്, അതിന് അടിസ്ഥാനപരമായിട്ടുള്ള സൂചനയാണ് പ്രായപൂർത്തിയാകാത്ത 12ഓളം വിദ്യാർത്ഥികളെ ഈ നമ്മുടെ നാഗ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇനി എത്ര പേര് അറസ്റ്റ് ചെയ്യുന്നുണ്ടാവും? ഈ 12 വിദ്യാർത്ഥികൾ മാത്രമായിരിക്കും ഈ ഒരു കലാപത്തിൽ കാണുന്ന വാഹനങ്ങൾ ആക്രമിക്കുക, കത്തിക്കുക, വനിതാ കോൺസ്റ്റബിൾമാരെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുക, അതോടൊപ്പം തന്നെ ഏകപക്ഷീയമായിട്ട് പ്രത്യേക ഹൈന്ദവ വിഭാഗത്തിന്റെ കടകൾ, വീടുകൾ ഇതൊക്കെ മാത്രം തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുക. ഈ ചിന്താഗതി ഇവരുടെ ബ്രെയിനിലേക്ക് കുത്തിവെക്കുന്നത് എവിടെ നിന്നായിരിക്കാം? ഇതാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യം നേരിടുന്ന വലിയൊരു പ്രശ്നമായിട്ട് ഇത് വളർന്നു വരുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ അനാവശ്യമായിട്ട് കേസിൽ പെടുത്തിയിട്ടോ മറ്റുള്ള പ്രശ്നങ്ങളിൽ അകപ്പെടുത്താൻ ശ്രമിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വമാണ് അടിസ്ഥാനപരമായിട്ട് ഏറ്റവും മുൻഗണനയിൽ കൊടുക്കേണ്ട ഒരു കാര്യം. ഇതിന് പ്രധാനപ്പെട്ട പ്രാധാന്യം നൽകാതെ ഇവർ വലിയ രീതിയിൽ തന്നെ ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളുടെ തലയിലേക്ക് ഈ വിഷയത്തെ മാറ്റിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ചിന്തിക്കുക, മനസ്സിലാക്കുക. നമ്മുടെ രാജ്യത്തിന്റെ നാശത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന തരത്തിലേക്ക് ഓരോ പ്രദേശങ്ങളിലും ഇവരുടെ ശക്തി സംഘടനയ്ക്കും പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും ഉപരിയായിട്ട് ഇവർ വളർത്തിയെടുക്കുന്നു എന്നുള്ളതാണ്. ഈ ആശയത്തെ ഇവിടുന്ന് നശിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യാനായിട്ട് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം ഇതിൽ മുന്നിട്ട് നിൽക്കണം. അല്ലാതെ ഇതിനൊരു പോംവഴിയില്ല. ഇവിടെ കലാപം ഉണ്ടാകുന്ന സമയത്ത് കലാപത്തെ പ്രതിരോധിക്കാൻ വരുന്ന, അല്ലെങ്കിൽ ഇതുപോലുള്ള വർഗീയ സംഘർഷം ഉണ്ടാകുമ്പോൾ വർഗീയ സംഘർഷത്തെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം മുൻപന്തിയിൽ ഉണ്ടാകേണ്ടത് പോലീസുകാരാണല്ലോ. അപ്പൊ ഈ പോലീസുകാരെ തന്നെ ഏതെല്ലാം വിധേന ഇവർക്ക് ആക്രമിക്കും. ഇവർക്ക് ഈ പോലീസ് യൂണിഫോം അല്ലെങ്കിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ യൂണിഫോം ഒക്കെ കാണുന്ന സമയത്ത് ഇവർക്ക് പ്രത്യേക, അല്ലെങ്കിൽ ജിഹാദി ഗ്രൂപ്പുകൾക്ക് ഒരു പ്രത്യേക ഒരു ഇഷ്ടക്കുറവാണ്. കാരണം ഇവർ ഈ ജിഹാദി ഗ്രൂപ്പുകൾ കൃത്യമായിട്ട് പാകിസ്ഥാനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പാകിസ്ഥാനിൽ നിന്ന് വരുന്ന തീവ്രവാദികളെയും പാകിസ്ഥാൻ സൈനികരൊക്കെ ഇന്ത്യ നല്ല രീതിയിൽ തിരിച്ചടി കൊടുക്കുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിലും. അപ്പോൾ അവരെ ഉപദ്രവിക്കുന്ന അവരുടെ മാനസികാവസ്ഥയുള്ള ഒരു രാജ്യത്തെ, അവരുടെ സൈനികരെയും അവരുടെ പോലീസിനെയും ആക്രമിക്കുന്ന ഇന്ത്യൻ സൈന്യത്തെയും ഇന്ത്യൻ പോലീസിനെയും ഇവർക്ക് വെറുപ്പാണ്. നമ്മുടെ രാജ്യത്ത് നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഒപ്പും ചോറും തിന്നുകൊണ്ട് ഈ ഭീകരവാദികൾ നടത്തിപ്പോരുന്ന ഇതുപോലുള്ള കലാപങ്ങൾ നാഗപ്പൂരാണെങ്കിലും ഇത് ഏത് സ്ഥലത്താണെങ്കിലും അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കേണ്ടത് കലാപം വരുന്ന സമയത്തില്ല, അതിനു മുന്നു തന്നെ ഇതിനു വേണ്ട വാക്സിനേഷൻ നൽകിയില്ലെങ്കിൽ ഈ ജിഹാദി ഗ്രൂപ്പുകൾ നമ്മുടെ നാടിനെ നശിപ്പിക്കുമെന്നുള്ള തർക്കമില്ല. 12 വിദ്യാർത്ഥികൾ പോലും ഈ പറയുന്ന നാഗ്പൂർ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ ദാരുണമായിട്ടുള്ള വിഷയമാണ് അവിടെ നടന്നിട്ടുള്ളത്. ഇനി വരാനിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ജിഹാദി ഗ്രൂപ്പുകൾ മറഞ്ഞിരിക്കുന്നുണ്ട് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. തർക്കമില്ല.